ഹായ് ഓൾ. ഇംഗ്ലീഷ് ഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും സംശയമില്ലാണ്ട് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലേ. ഏതാണത്? ടെൻസസ് എന്ന് പറയുന്നത്. ടെൻസസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രവൃത്തി അഥവാ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ഷന്റെ എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് ടൈം ഓഫ് ആക്ഷൻ. ഒരു പ്രവൃത്തി എപ്പോഴാണ് നടക്കുന്നത്? ആ പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നതാണോ, അതോ അത് കഴിഞ്ഞുപോയ പ്രവൃത്തിയാണോ, അതോ ഇനി അത് നടക്കാൻ പോകുന്നതാണോ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടെൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു പറച്ചിലുണ്ട്, ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പകുതിയോളം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു പറച്ചിലുണ്ട്. ഇത് ശരിക്കും എന്താണ്? ടെൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, പഠിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇത് ശരിയാണ്. കാരണം ടെൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെ തുടർന്ന് നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഉണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. അങ്ങനെയുള്ള പല ചാപ്റ്റേഴ്സും നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്? ടെൻസസുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരികയും ചെയ്യുന്നതാണ്. അപ്പൊ ടെൻസ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ടു എക്സ്പ്രസ് ടൈം ഓഫ് ആക്ഷൻ, പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്ര ടെൻസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് 3 കാലങ്ങളാണുള്ളത്, 3 ടെൻസ് ആണുള്ളത്. പ്രസന്റ് ടെൻസ്, മലയാളത്തിൽ നമ്മൾ എന്താ അതിനെ പറയുന്നത്? വർത്തമാനകാലം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലം, അഥവാ മലയാളത്തിൽ ഭൂതകാലം എന്ന് പറയുന്നു. ദെൻ വരുന്നതാണ് ഇനി വരാനിരിക്കുന്ന കാലം, അതായത് ഫ്യൂച്ചർ ടെൻസ്. ഏതാണ്? ഭാവി കാലം. സോ ഇത് 3 ടെൻസസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പം ഈ 3 ടെൻസിലും 4 ടെൻസ് ഫോംസ് വീതമുണ്ട്. ഈ 4 ടെൻസ് ഫോംസിലും ഉള്ള ഓരോ ടെൻസ് ഫോമും എവിടെയൊക്കെയാണ്, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞ് മനസ്സിലാക്കി വേണം പഠിക്കാൻ. സോ അപ്പൊ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വിഭാഗം, അതുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഏതാണ് എന്നുള്ളത് തുടങ്ങാം. സോ ആദ്യത്തെ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് ആദ്യം പറഞ്ഞത് അല്ലെ. വർത്തമാനകാലം, അതായത് ഇന്ന് പ്രസന്റിൽ നടക്കുന്ന പ്രവൃത്തികൾ, അതിനെ സൂചിപ്പിക്കുന്നതാണ് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിന്റെ ആദ്യത്തെ ടെൻസ് ഫോം എന്ന് പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മളൊരു സെന്റൻസിനെ എഴുതുമ്പോൾ നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കേണ്ട വേർബ് എന്ന് പറയുന്നത് എപ്പോഴും വെർബിന്റെ V1 ഫോം ആയിരിക്കണം. എന്താണ് വെർബിന്റെ V1 എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലെ, ഒരു വെർബിനെ അതിന്റെ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനിട്ട് കൊടുക്കുന്ന പേരാണ് V1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, V1 എന്ന് പറയുമ്പോൾ എപ്പോഴും 2 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? സിംഗുലാർ V1ഉം പ്ലൂറൽ V1ഉം. അതായത് നമുക്കറിയാം സബ്ജക്ട് സിംഗുലാർ ആണെങ്കിൽ, ഇപ്പം രാജു ക്രിക്കറ്റ് കളിക്കുന്നു, എങ്ങനെ നമ്മൾ പറയും? രാജു പ്ലേസ് ക്രിക്കറ്റ്. അവിടെ നമ്മൾ പ്ലേക്ക് പകരം പ്ലേസ് എന്ന് തന്നെ ചേർക്കാൻ കാരണം രാജു എന്ന് പറയുന്നത് ആരാണ്? ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. സിംഗുലാർ സബ്ജക്റ്റിനെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത, നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും ആര് തന്നെ ആയിരിക്കണം? സിംഗുലാർ തന്നെ ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ പ്ലേയെ സിംഗുലാർ ആക്കാൻ വേണ്ടി അതിന്റെ കൂടെ ഡസിനെ ചേർത്തു. അങ്ങനെ ചേർത്തപ്പോഴാണ് പ്ലേ ആരായിട്ട് മാറിയത്? പ്ലേസ് എന്നായിട്ട് മാറിയത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റൈറ്റിന്റെ കൂടെയാണ് നമ്മൾ ഡസിനെ ചേർക്കുന്നതെങ്കിൽ റൈറ്റ് ആരായിട്ട് മാറും? റൈറ്റ്സ് എന്നായിട്ട് മാറും അല്ലെ. ഗോയുടെ കൂടെയാണെങ്കിൽ ഗോസ് എന്നായിട്ട് മാറും. ഇതാണ് സിംഗുലാർ V1, സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ V1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർബിന്റെ കൂടെ നമ്മൾ ഡു എന്ന് പറയുന്ന ഓക്സിലറിയെ ചേർക്കുന്നു. പക്ഷെ ഡു ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് വെർബിന്റെ ഫോമിന് മാറ്റമൊന്നുമില്ല. അതായത് ഡൂവിന്റെ കൂടെ പ്ലേ ചേരുമ്പോൾ അത് പ്ലേ ആയിട്ട് തന്നെ നിൽക്കുന്നു, ഡൂവിന്റെ കൂടെ റൈറ്റ് ചേരുമ്പോൾ അത് റൈറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്ലൂറൽ V1. നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ലാസ്റ്റ് എസ് ചേർന്ന് വരുന്ന വെർബ് സിംഗുലാർ V1ഉം ലാസ്റ്റ് എസ് ഇല്ലാതെ വരുന്ന വെർബ് പ്ലൂറൽ V1. ഈ V1നെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസേജ് എന്ന് പറയുന്നത്, ഒരു ഹാബിച്വൽ ആക്ഷനെ പറ്റി പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആര് മാത്രമായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ടെൻസ് അഥവാ വെർബിന്റെ V1 ഫോം മാത്രമായിരിക്കണം.
എന്താണ് ഹാബിച്വൽ ആക്ഷൻ? നമുക്കറിയാം അല്ലെ, ഹാബിറ്റ് ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവായി സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികൾ. അങ്ങനെയുള്ള പ്രവൃത്തികളെ പറ്റി പറയുന്ന സെന്റൻസസ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് അഥവാ V1 എന്ന് പറയുന്നത്. ഒരു ഹാബിച്വൽ ആക്ഷൻ പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയും അല്ലെ, ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 5 o'clock എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അവൻ എന്ത് ചെയ്യുന്നു? 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി ഒരു ഹാബിറ്റ് ആണ്, ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന് സൂചിപ്പിക്കാൻ നമുക്ക് ആ സെന്റൻസിൽ ആരെ തന്നിട്ടുണ്ട്? എവരി മോർണിംഗ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ടാണ് നമുക്കറിയാവുന്നത് ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്? ഹി എന്ന് പറയുന്ന സിംഗുലാർ വെർബിന്റെ കൂടെ ഗെറ്റ്സ് അപ്പ് എന്നുള്ള സിംഗുലാർ V1 കൊടുത്തത്. ഹി ഗോസ് ടു സ്കൂൾ ഡെയിലി. അവൻ സ്ഥിരമായി എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോകുന്നു. സോ ഇവിടെയും നമുക്കറിയാം അവിടെ ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സെന്റൻസിൽ ആരെ കൊടുത്തിരിക്കുന്നത്? ഡെയിലി എന്ന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹി എന്ന സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ ഗോസ് എന്നുള്ള സിംഗുലാർ വെർബിനെ ഉപയോഗിച്ചത്. ഇതിൽ നിന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി ഒരു ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സെന്റൻസിൽ ആ ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ക്ലൂ വേർഡ്, ഒരു ടൈം വേർഡ് അവിടെ ഉണ്ടാകും. എല്ലാവർക്കും അറിയാവുന്നത് പോലെ ചിലപ്പോൾ അത് ഓൾവേസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി എന്നോ റെഗുലർലി എന്നോ ഹാബിച്വലി എന്നോ ആയിരിക്കാം, അല്ലെങ്കിൽ എവറി ഡേ എന്നോ ജനറലി എന്നോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ഈ ക്ലൂ വേർഡിനെ കണ്ടു വേണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ട വേർബ് ആരായിരിക്കണം? V1 അഥവാ സിമ്പിൾ പ്രസന്റ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു റൂളും കൂടിയുണ്ട്. അതാണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ സൂചിപ്പിക്കാനും നമ്മൾ ആരെ മാത്രമേ കൊടുക്കാമുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ മാത്രമേ കൊടുക്കാമുള്ളൂ. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടാകും. നമുക്കറിയാം ഏതാണ്? സൂര്യൻ കിഴക്കുദിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇന്നലെയും സൂര്യൻ എവിടെയാണ് ഉദിച്ചത്? കിഴക്കാണ് ഉദിച്ചത്. ഇന്നും രാവിലെ കിഴക്ക് തന്നെയാണ്. ഇനി നാളെയും എവിടെ തന്നെ ആയിരിക്കും സൂര്യൻ? തീർച്ചയായിട്ടും കിഴക്ക് തന്നെയായിരിക്കും. സോ ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്ന വസ്തുതകൾ, നെവർ ചേഞ്ചിങ് ഫാക്ട്സ്, ഇവയെയാണ് നമ്മൾ എന്തു പറയുന്നത്? യൂണിവേഴ്സൽ ട്രൂത്ത് അഥവാ ജനറൽ ട്രൂത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റി അല്ലെങ്കിൽ ജനറൽ ട്രൂത്തിനെ പറ്റി പറയാൻ അവിടെയും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമായിരിക്കണം. മറ്റൊരു എക്സാമ്പിൾ പറയുവാനാണെങ്കിൽ, ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ദ എർത്ത് സിംഗുലാർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ റിവോൾവ്സ്. കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. എഗെയിൻ ഒരു നെവർ ചേഞ്ചിങ് ഫാക്ട്, പെർമനന്റ് ട്രൂത്ത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെയും ആരെ കൊടുത്തത്? V1 അഥവാ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കൊടുത്തത്. അപ്പൊ ഇത് രണ്ടുമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട യൂസേജസ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പ്രസന്റിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി പറയാൻ, ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻസ് എഴുതുവാണെങ്കിൽ അവിടെ, അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോള് പോലെയുള്ള സ്പോർട്സിന്റെ കമന്ററി പറയാൻ ഇവിടെയെല്ലാം നമ്മൾ ആരെ ഉപയോഗിക്കണം? സിമ്പിൾ പ്രസന്റ് ടെൻസിനെയാണ് ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല ഒരു പ്രോവർബ് പറയാനോ അല്ലെങ്കിൽ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിനെ പറയാനോ ഇവിടെയും നമ്മൾ ആരെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞ 2 റൂൾസ് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, മറ്റുള്ള റൂൾസും ഓർത്തിരിക്കുക. അപ്പൊ ഇനിയും നമുക്ക് ഇതേപോലെയുള്ള ഏറ്റവും രസകരമായിട്ടുള്ള രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു ഓൾ. ബൈ.